കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം. വചനത്തിനഭിഷേകം. ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ സമയം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേറ്റ് പാടാം. ആത്മാവുണരുന്ന നിമിഷം ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കിയവർക്കും പുതുതായി എടുക്കുന്നവർക്കും എല്ലാം വേണ്ടിയാണ് ഈ ശുശ്രൂഷ, ഉടമ്പടി ധ്യാനം നടക്കുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ചിലർക്ക് അൺആൻസറായിട്ടുണ്ടാവും. ഉത്തരം കിട്ടാത്ത അവസ്ഥയിലുള്ള ഉടമ്പടികളുണ്ടാവും. അപ്പം അതെന്താണ്? ഉത്തരം താമസിക്കുന്ന അസ്വാഭാവികമായിട്ട്, സ്വാഭാവിക താമസം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവിക താമസം വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം, നാച്ചുറലായിട്ടുള്ള എൻ്റെ പ്രകൃതിപരമായ താമസം, സാധാരണ ഭൗതിക വിഷയങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരു വാഴ കുലച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഴുക്കത്തില്ലല്ല. അഥവാ പഴുക്കണമെങ്കിൽ നമ്മൾ തല്ലിപ്പഴുപ്പിക്കണം, ഇപ്പോൾ ചവർക്കും അല്ലേ. അപ്പം അതാണ് സ്വാഭാവിക താമസം. മധുരം വേണമെങ്കിൽ എൻ്റെ സ്വാഭാവിക താമസം എടുക്കും. അല്ലാതെ താമസിക്കുന്നതിനാണ് അസ്വാഭാവിക താമസം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ വെച്ചേക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ഈ അസ്വാഭാവിക താമസം വരുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൗണ്ടറാക്ട് ചെയ്യാൻ, കൺഫ്രണ്ട് ചെയ്യാം, അസ്വാഭാവിക താമസത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ. സ്തുതിക്കട്ടെ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. അടുത്ത സ്റ്റാൻസാ പാടാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, തിരുമുമ്പിൽ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം, നാഥ ആനന്ദപൂരിതമാത്മം. നിന്റെ മുമ്പിൽ ഒരുമിച്ച് പാടണം. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം, നാഥ ആനന്ദപൂരിതമാത്മം. ആരാധിച്ചിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും നിന്റെ മുമ്പിൽ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, കൈയടിച്ചോണ്ട്. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം, നാഥ
നല്ല ശക്തമായ സ്പിരിച്വാലിറ്റി ഉള്ളവർ എഴുതിയിട്ടുള്ള ഗാനങ്ങളാണിതെല്ലാം. ഈ ഗാനങ്ങളിലൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഭക്തി ഗാനങ്ങളുണ്ട്. കൃപാസനത്തിൽ ഭക്തി ഗാനങ്ങളൊന്നും പാടത്തില്ലല്ലോ, ഭക്തിഗാനങ്ങളൊന്നും പാടത്തില്ല. പിന്നെ ഭക്തിഗാനങ്ങളുടെ കൂടുതൽ ആത്മീയ ഗാനങ്ങളുണ്ട്, അതൊട്ടും പാടത്തില്ല. പിന്നെ ഉള്ളത് ഉണർവ് ഗാനങ്ങളുണ്ട്. ഉണർവ് ഗാനങ്ങളിൽ തന്നെ അഭിഷേക ഗാനങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് എഴുതുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, അത് ട്യൂൺ ചെയ്യുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, പാടുന്നവർക്കും അഭിഷേകം ഉണ്ടാകണം. അപ്പോൾ പാടുന്നവരുടെ അരുവി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം കിട്ടത്തില്ല. ഇങ്ങനെ കുറേ കാര്യം ദൈവം സഞ്ചരിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. ദൈവം സഞ്ചരിക്കുന്ന ഉപകരണം. ഇപ്പം ഇതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് ആ ഒരു 4 വരിക്ക് അഭിഷേകമുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ആന്തരികതയിൽ എവിടെയോ അങ്ങ് തുടർന്ന് നോക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആവർത്തിച്ച് പാടാം. കാര്യം ആ അഭിഷേകത്തിൻ്റെ ഒരു രീതി, അഭിഷേകം നമുക്ക് ഫീൽ ചെയ്യുന്നത് ആവർത്തനത്തിലൂടെയാണ്. പക്ഷെ നിങ്ങളതിൻ്റെ കൂടെ സഞ്ചരിക്കണം. നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്. ഇപ്പം അതിൻ്റെ സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? അതിനൊരു ആധ്യാത്മികതയുണ്ട്. എന്താ കാര്യം? നിന്തിരു മുമ്പിൽ നിന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പിന്നെന്താണ്? പ്രത്യാശ ഒന്ന് മാത്രം. അത് ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള പ്രത്യാശ ഭാരങ്ങളെ ലഘൂകരിക്കുന്നു. അതാണ് വിഷയം. ഈ പ്രത്യാശ നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ടാകാം, അനുഭവ തലത്തിലുണ്ടാകാം. അപ്പോൾ ഇത് അറിവിൻ്റെ തലത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം, എല്ലാവർക്കും പ്രത്യാശ ഉണ്ട്, അത് അറിവിൻ്റെ തലത്തിലാണ്. അങ്ങനെയല്ല, ഇതിനൊരു പ്രത്യാശയുടെ ഒരു അഭിഷേക തലമുണ്ട്. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട്, അനുഭവ തലം കഴിഞ്ഞിട്ട് ഒരു അഭിഷേക തലമുണ്ട്. അതാണ് എപ്പോഴും നമ്മൾക്ക് ദൈവാനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കപട ദൈവാനുഭവമായി പോകും. ദൈവാനുഭവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവാനുഭവം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയവും, വചനത്തിനും അഭിഷേകമുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, അഭിഷേകമുണ്ട്. അപ്പം ഇത് 3 ഓരോ ഘട്ടങ്ങളാണ്, വളർച്ചയുടെ ഘട്ടങ്ങൾ. ആദ്യം അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ അത് അനുഭവമാകും. അനുഭവം എല്ലാവർക്കും ആകത്തില്ല. അത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ആരാണ് ആ വചനം എക്സിക്യൂട്ട് ചെയ്യണത്, അതായത് പ്രയോഗിക്കുന്നവർ. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. കാര്യം നമ്മൾ അസസ്മെൻ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, നിങ്ങളെ പ്രാർത്ഥനയിൽ വളരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല അസസ്മെൻറ്റ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെക്കുറിച്ചുള്ള ഒരു തൂക്കിനോക്കലേ, അക്കത്തൂക്കങ്ങൾ നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ്. അതിൽ ഉള്ളിൽ വിചാരം എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ ഉള്ളിൽ വിചാരം, ഇപ്പോൾ നമുക്ക് വിശ്വാസം പോലും ഉള്ളിൽ വിചാരമല്ലേ. പുറമേയുള്ള പറച്ചിലാണെങ്കിലും ആദ്യം എങ്ങനെയാണ് വരുന്നത്? അത് പുറമേ നമ്മൾ ചെയ്യുകയും ചെയ്യും, പറയുകയും ചെയ്യും, അല്ലേ? വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമ്മൾ പ്രയോഗിക്കും. ഇതെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ ഈ ലിപ് സർവീസ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള 20% ഇൻകമാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തൊക്കെ കേട്ടോ ഇതെല്ലാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി 20-30 ഇത്രയും നാൾ ഞാൻ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുകയും അവരിൽ ദൈവം പ്രവർത്തിക്കണ കാണുകയും, അതേസമയം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഗോഡ് മസ്റ്റ് നോ ദാറ്റ് വി ആർ സിൻസിയർ ആൻഡ് സീരിയസ്. പ്രത്യേകിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സിൻസിയറിറ്റി ഉണ്ട്. അപ്പോൾ ദൈവത്തോട് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? വചനം കേൾക്കും. കേട്ട് കഴിഞ്ഞാലും പിന്നെ അടുത്ത സംഭവം എന്താണ്? വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രയോഗിക്കും. വചനം നടപ്പിൽ വരുത്തും. നടപ്പിൽ വരുത്തി കഴിഞ്ഞതിന് ശേഷം അതായത് അടുത്ത സെക്ഷനിലാണ്
വചനം അഭിഷേകമാകണത്. ഇതെല്ലാം ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനാണ്. ദൈവാനുഭവത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം അറിവ്, പിന്നെ അനുഭവം, പിന്നെ അഭിഷേകം, അങ്ങനെ പോണത്. അപ്പം നിങ്ങളുടെ IELTS, വസ്തു വിൽപ്പന, കല്യാണം കഴിപ്പിക്കൽ, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള മിനിമം പരിപാടിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ മരിക്കണ വരെ ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതായത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണതിന് ഒരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളെന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിഷയത്തിനൊരു പിൻപിടുത്തം വരുന്നത്. പിൻപിടുത്തം വരുന്ന കാര്യം നിങ്ങളുടെ ബുദ്ധിയും ബോധവും കഴിവും ചിന്തയും ആലോചനയും എല്ലാം ഒറ്റ വിഷയത്തിലേക്ക്. കല്യാണം താമസിക്കുന്നത് എന്താണ്? കല്യാണം താമസിക്കുന്നത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താ? ജോലി കിട്ടാത്തത് എന്താ? ജോലി കിട്ടാത്തത് എന്താ? ഈ ഒരു അതായത് ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ലോ ആയിരിക്കും പ്രോസസ്. ദൈവമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്നത് സ്ലോയാണ്. അതിൻ്റെ കാര്യം ഭയങ്കര കൊളസ്ട്രോളാണ് ആൾക്കാർക്കെല്ലാം. വെച്ചാൽ എങ്ങനെ കൊളസ്ട്രോളാണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളുള്ള, ഹൃദയത്തിൽ കൊളസ്ട്രോൾ കാരണം പോലെ തന്നെയായിരിക്കും ആത്മീയ ജീവിതത്തിലും കൊളസ്ട്രോൾ ഉണ്ടാകും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അമിത പ്രാധാന്യം എപ്പം നിങ്ങൾ വസ്തുക്കൾക്ക് കൊടുത്താൽ അപ്പോൾ ആ വിഷയത്തിന് ദൈവത്തെക്കാൾ ഇപ്പം എന്ത് നിങ്ങളുടെ വിഷയമെന്ന് വെച്ചാൽ ദൈവമല്ലല്ലോ, ദൈവത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ വിഷയമാക്കണം നമ്മൾ. ദൈവമല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്, എപ്പോഴാണ് വീട് വെക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ സ്ഥലത്തെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും, സ്ലോ ആയിരിക്കും സംഭവം. നമ്മൾ പറഞ്ഞ ആധ്യാത്മികമായ ഒരു പിത്തം പിടിക്കലെന്ന് പറയത്തില്ലേ, പിത്തം വരും. അതുപോലെ നെയ്മുറ്റൽ എന്നൊക്കെ പറയണത് പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ നെയ്മുറ്റണം നമ്മൾ വെല്ലുമിച്ചമാരൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ആധ്യാത്മികമായ നെയ്മുറ്റലിരിക്കും. അതിൻ്റെ എല്ലാം സ്ലോ ആയിരിക്കും. അതിൻ്റെ കാരണം വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി വെക്കുന്ന വിഷയമായാലും അതിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം ചില സമയത്ത് വരും. അതൊന്ന് നിങ്ങളൊന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തണം, നല്ലതായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നിന്നേക്കാൾ പ്രാധാന്യം എൻ്റെ ജീവിത വിഷയങ്ങൾക്ക് ഞാൻ കൊടുക്കാതിരിക്കുവാൻ എന്നെ നീ സുവിശേഷ ചൈതന്യത്താൽ ആകർഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. ശ്രുതികട ഉടമ്പടിയെടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വിഷയങ്ങളെക്കാൾ ഉപരി നിന്നെ തന്നെ ലക്ഷ്യം വെക്കുവാൻ, ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ഒരുമിച്ച് പാടുക, ശ്രുതി പാടുക. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാം. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ നമ്മളറിയാം, ഉടമ്പടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മരിയ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും വിഷയത്തേക്കാൾ പ്രാധാന്യം അമ്മയ്ക്ക് ദൈവമായിരിക്കും, ദൈവവചനമായിരിക്കും.
അതാണ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത. വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കും വചനം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വചനം ഈ പറഞ്ഞ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ മാത്രമൊന്നും വന്നില്ലേ. അത് അങ്ങനെ വരാൻ കാരണം ഈ വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കണം വചനം. പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യം നിന്റെ വചനത്തിന് കൊടുക്കുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. പാടുക. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ രോഗസൗഖ്യത്തിന് സമയമാണ്. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. വിട്ടുമാറാത്ത പ്രഷറുള്ളവർ നെഞ്ചത്ത് കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവ്, സ്പോണ്ടിലോസിസിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങളുള്ളവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികളെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. ഉദരരോഗികളെ, കിഡ്നി കല്ലുള്ളവരെ നടുവിൽ കൈവെക്കുക. ഉദരരോഗികൾ പൊക്കിലിൻ്റെ അവിടെ കൈവെക്കുക. എന്നിട്ട് പറയുക, യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുന്നു. കർത്താവേ, റോമാ 10:9 അടിയൻ പ്രാർത്ഥിക്കുന്നു. നീയാണ് കർത്താവ്, നീയാണ് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവൻ. കർത്താവേ, 1 കൊരിന്ത്യസ് 15:26 അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സമസ്തവും എന്റെ രോഗങ്ങള്, കടങ്ങള്, പീഡകള്, വ്യഥകള്, വ്യാധികള്, ദൈവം സമസ്തവും അങ്ങയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുമ്പോൾ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, എന്റെ വിശ്വാസത്താൽ ഞാനും സമസ്തവും എന്റെ പാദത്തിന്റെ കീഴിലാക്കിക്കൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറയുമ്പോൾ, യേശുവിന്റെ നാമത്തിലെ, നിന്റെ നാമത്തിലെ മാരകവ്യാധികളും തീരാവ്യഥകളും യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നന്ദി പറയുന്നു. സ്നേഹത്തിലൊന്നായി സമാപന ആശീർവാദമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.